ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കേടായ ബൾബ് നന്നാക്കലെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ച് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ തുറന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളവിടെ LED ലൈറ്റ് ഷോൾഡർ ചെയ്തിട്ടുണ്ടാവും. ആ ഷോൾഡറിങ് റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് രണ്ട് സൈഡിലായിട്ടുണ്ടാകും. അത് സ്ക്രൂ അയച്ചെടുക്കണം. അയച്ചെടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ താഴെ ഒരു അടപ്പ് മാതിരി കാണാം, ഹീറ്റിംഗ് സിങ്. അത് നമുക്ക് ഹീറ്റിംഗ് സിങ് ഊരിയെടുക്കണം. അതായത് നമ്മളൊരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചോ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് അത് ഊരിയെടുക്കണം. നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു ബോർഡ് കാണും. അത് ഊരിയെടുക്കണമെങ്കിൽ അതിൻ്റെ ബൾബിൻ്റെ ബാക്കിൽ രണ്ട് ഷോൾഡർ ചെയ്തിട്ടുണ്ടാവും. അത് റിമൂവ് ചെയ്യണം. നമ്മൾ റിമൂവ് ചെയ്യാണ്. അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളിവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം കിട്ടണില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് ചൂടാക്കി ഒന്ന് റിമൂവ് ചെയ്യാണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ഒരു കട്ടിംഗ് പ്ലെയർ കൊണ്ടോ സ്ട്രൈപ്പർ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. എന്നാൽ തന്നെ അത് പോരും. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ബോർഡ്. ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേറൊരു LED ആണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ റിമൂവ് ചെയ്ത ഇവിടെ രണ്ട് ഹോൾ ഉണ്ടോയെന്ന് നോക്കുക. ഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോൾഡറിനായിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സൂചി എടുത്തെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ രണ്ട് വയറെടുത്ത് അത് സ്ട്രൈപ്പ് ചെയ്യുക. അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബൾബിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക ജമ്പ് കമ്പി. ഇട്ടതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ആ ജമ്പ് കമ്പി മടക്കണം. അല്ലെങ്കിൽ വീണ്ടും ആ ഹോളിലൂടെ താഴോട്ട് തന്നെ വീഴും.
നമ്മൾ കുറച്ച് പേസ്റ്റ് സോൾഡറിങ് പേസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. സോൾഡറിങ് പേസ്റ്റ് ഇല്ലാത്ത വേറെ തേക്കണം നിർബന്ധമൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് പിടിക്കാനാണ് സോൾഡറിങ് ലെഡ്. എന്നിട്ട് നമ്മൾ അത് കുറച്ച് കട്ടിയിൽ ഷോൾഡർ ചെയ്യുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഷോൾഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ജമ്പ് കമ്പി കാണുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം ഊരി വെച്ചിരുന്ന ഈ ഒരു ഹീറ്റിംഗ് സിങ്ക് അത് നമ്മൾ അതേപോലെ അടച്ചു വെക്കുക. എന്നിട്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ LED. ഇത് അത് നമ്മൾ ഊരിയെടുത്തുന്ന ആ ബോർഡിനേക്കാളും നല്ലത് ഇതാണ്. ഇതിന് വെറും 20 രൂപയുള്ളൂ. നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ ലഭിക്കുന്നതാണ്. ഇതാകുമ്പോൾ നമ്മൾ ഈ ബോർഡും ആ LED ഒക്കെ എല്ലാം കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യണം. അതാകുമ്പോൾ അതിനുള്ള ആ ബോർഡുമത്തെ സർക്യൂട്ട് എല്ലാം ഈ ഒരു 20 രൂപേൻ്റെ LEDയിലുണ്ട്. നമുക്ക് അതായിരിക്കും എളുപ്പം. എന്നിട്ട് നമ്മൾ ആ 2 വയറ് LED-യുടെ സെൻറ്ററിലത്തെ ഹോളിലൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യം ഊരിയെടുത്തിരുന്ന 2 സ്ക്രൂകൾ അവിടെ ഫിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് വയർ അവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് സ്ട്രാപ്പ് ചെയ്ത് നമുക്ക് അവിടെ 2 പോയിൻ്റ് കാണാം, അവിടെ ഷോൾഡർ ചെയ്യണം. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സൗണ്ടിനൊരു ചെറിയ പ്രശ്നം ഉണ്ടാകും, അതൊന്ന് ക്ഷമിക്കണം. നമ്മളിവിടെ ഷോർട്ട് ചെയ്ത് എക്സ്ട്രാ ചെമ്പ് കമ്പി ഉണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയും തട്ടിക്കൊണ്ട് ഷോർട്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷോൾഡറിങ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നേരെ ആദ്യം ഊരി വെച്ചിരുന്ന ഈ അടുപ്പ് നമുക്ക് അതേപോലെ പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ബൾബ് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ബൾബ് കത്തുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. വാവ്, അടിപൊളി, കത്തുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ബൾബ് റെഡിയാക്കൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക.